ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് പാട്ന ഈറ്റിൻ്റെ ഇടയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി വീഡിയോസ് ഒന്ന് ചെയ്തിട്ട് തിരക്കൊക്കെയല്ലോ. കാരണം ചെറിയ മോനുള്ളതുകൊണ്ട് അവൻ്റെ കൂടെ നടക്കുക എന്നുള്ളത് വളരെ ഒരു ടാസ്ക്കാണ്. കാരണം ഫുൾ ടൈം ഞാൻ കൂടെ വേണം, അല്ലെങ്കിൽ ആൾ ഭയങ്കര പ്രശ്നമാണ്. 2 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പം അവനവൻ്റേതായ കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ കൂടെ വേണം. അതുകൊണ്ടാണ് കൂടുതലും എനിക്ക് പാചകം ചെയ്യാനോ എനിക്ക് വേറെ പരിപാടിക്കോ ഒന്നും പോകാൻ എനിക്ക് ടൈം കിട്ടാത്തത് കേട്ടോ. അല്ലാതെ ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ കൂട്ടുകാരെ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചി വീട്ടിൽ പണിയൊന്നും ചെയ്യാറില്ല എന്ന്. ഞാൻ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കെല്ലാം കൂടെ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാൻ സമയം കിട്ടാത്തത് കേട്ടോ. വീഡിയോ എടുക്കുക, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിടുക, ഇതിനൊക്കെ എന്നെക്കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വീട്ടിലധികം ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായ തിരക്കുകളൊക്കെ കുറച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുന്നത്. അപ്പം ഇന്ന് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഇന്ന് രാവിലത്തെ പരിപാടികളൊക്കെയാണ്. അതായത് എൻ്റെ മീനിനും കിളികൾക്കുമൊക്കെ ഫുഡ് കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. അത് പ്രത്യേകം തയ്യാറാക്കിയെടുത്ത ഫുഡുകളും പിന്നെ പെല്ലറ്റ് ഫുഡും ഒക്കെയാണ് ഞാൻ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ ഫസ്റ്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളിക്ക് കൊടുക്കാനുണ്ട്. പിന്നെ അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഞാൻ വലിയ ഒരു ഫോണിലുണ്ട്, ചെറിയൊരു ഗ്രോ ബാഗുണ്ട്, ചെടികൾ വളർത്തുന്ന ഗ്രോ ബാഗാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഷീറ്റ് ഇട്ടിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എടുക്കുന്നത്. പ്രത്യേകം പോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വീട്ടിൽ. 3 ഫീറ്റിൻ്റെ 3 അടി നീളമുള്ള 2 ടാങ്കും പിന്നെ ചെറിയൊരു ഗ്രോ ബാഗും ഉണ്ട്. അങ്ങനെ അതിലിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ ഒരുമാതിരിയൊക്കെ ഞാൻ വളർത്തി വലുതാക്കുള്ളൂ. പെട്ടെന്ന് തന്നെ കൊടുക്കും. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ടായി കുഞ്ഞുങ്ങളെയൊക്കെ വേണമെന്നും പറഞ്ഞ് മീനിൻ്റെ. ഈ കാണുന്ന ഗ്രോ ബാഗിലാണ് ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പം കൊടുക്കാനായിട്ടുണ്ട് കുറച്ച് കുഞ്ഞുങ്ങൾ. താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റ് ഇട്ടാൽ മതി. പറഞ്ഞ ആൾ എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തരാൻ സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ രാവിലെ ഈ കിളികൾക്കും മീനിനുമൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. എനിക്കൊരു ഹോമിയാണ് ഇത്. ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, സമയം ചെലവഴിക്കുക എന്നുള്ളത് വരുമാനമൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഹോമിയിൽ കൂടെ വരുമാനമുണ്ട്, ചെറിയ രീതിയിലൊക്കെ വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് 4 വർഷമായിട്ട് ഇത് കൂടെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. കുറേ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ബിസിനസ് എന്നുള്ളൊരു രീതിക്ക് ഞാനിപ്പോൾ ഡെവലപ്പായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം അച്ഛൻ കുറച്ച് അമ്പലത്തിൽ കുറച്ച് സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പച്ചടിയും പുളിശ്ശേരിയും സാമ്പാറും ക്യാബേജ് തോരനും മാങ്ങ കറിയൊക്കെ ഇട്ട് പിന്നെ പാലട പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ വൈകുന്നേരം കഴിച്ചു. അത് തന്നെയായിരുന്നു രാത്രിയിലും കഴിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പാട്ന ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഇതാണ് എൻ്റെ ടൈം പാസ്. അപ്പം പിള്ളേരെ നോക്കി സമയം കഴിയുന്നിടത്ത് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം വിരിയിപ്പിച്ച് കൊടുക്കുന്ന തീറ്റകളാണ് ഇവർക്ക് കൊടുക്കുന്നത്. മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നൊരു ഫീഡാണിത് കേട്ടോ. ആദ്യ കാലഘട്ടത്തിൽ കൊടുക്കുന്നൊരു ഫീഡാണ്. ഒരു 2 ആഴ്ച മാത്രമേ ഈ ഫീഡ് കൊടുക്കുള്ളൂ. പിന്നെ നമ്മൾ പെല്ലറ്റ് ഫുഡിലേക്ക് നമ്മൾ വരും. പെല്ലറ്റ് ഫുഡ് കൊടുത്ത് കുറച്ച് റേസ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മളിത് സെയിലിന് കൊടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്റ്റോക്കുണ്ട്. താല്പര്യമുള്ളവർ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ കൊറിയറുണ്ട്, ഓൾ ഇന്ത്യ ഓൾ കേരള കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ. എന്തായാലും ദൈവം സഹായിച്ച് എൻ്റെ ഒരു ബിസിനസ് ഇപ്പം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിയതുകൊണ്ട് അപ്പോൾ എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. എൻ്റെ പരിമിതികളൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോസ് അധികം ചെയ്യാൻ താല്പര്യം കുറയുന്നത്.
കാരണം മോൻ്റെ കൂടെ നടക്കുക എന്നുള്ളത് തന്നെ വലിയൊരു തിരക്ക് പിടിച്ച ജോലിയാണ്. അത് പല വീട്ടമ്മമാർക്കും പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് എൻ്റെ മോനെ 8ാം മാസത്തിലുണ്ടായതാണ്. അവൻ ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരാളാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്ന ചെറിയൊരു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് പറയാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഉണ്ട്. ഞാൻ ഇന്നുവരെ ചാനൽ തുടങ്ങിയിട്ട് ഒരാൾ പോലും ഞാൻ സംസാരിക്കുന്നതിനെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മോശം പറയുക എന്നുള്ളത്. പക്ഷെ ആരും ഇന്നുവരെ മോശം പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. അതിനൊരുപാട് നന്ദിയുണ്ട്. അപ്പം വീണ്ടും ഇനിയും നന്ദി ഉണ്ടാകണം. ഇതുവരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 640 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്പീഡാക്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ മക്കളുടെ പഠനം, അതുപോലെ തന്നെ നല്ലൊരു ലെവലിൽ നിൽക്കുക എന്നുള്ളത്. ഇപ്പം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പൈസ കൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകണത്. ഇനി എത്ര കാലം അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും നമുക്കൊക്കെ. അപ്പം നമുക്കൊരു നല്ലൊരു ജീവിതം വേണ്ടേ. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് എല്ലാവരും സപ്പോർട്ടീവാണ്. എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻസ് പറയാം കേട്ടോ. വളരെ തിരക്ക് പിടിച്ചൊരു ജോലിയാണ് എനിക്ക് മോനെ നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് സമയം കുറവാണ്. എന്നാലും ഞാൻ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത്രയും എഫേർട്ട് ചെയ്തിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണിത് കേട്ടോ. പല ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം മോനുള്ളതുകൊണ്ട് സമയക്കുറവുണ്ട് വീഡിയോ എടുക്കാനൊക്കെ. എന്നാലും എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. കാരണം എനിക്ക് ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വൈകല്യമുണ്ട്. 2 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ എന്നാലും ഇപ്പോഴാണ് പ്രായമായപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് സംസാരം ആയിട്ട് വന്നിട്ടുള്ളത്. അതുവരെയൊന്നും ഞാൻ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ എനിക്ക് സ്വന്തം കാലിൽ നിലനിൽക്കണമെന്ന് തോന്നിയിട്ടാണ് യൂട്യൂബിലേക്ക് കടന്നുകൂടിയത്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. ചെയ്യുന്നതിന് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. എന്നാലേ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടുകയുള്ളൂ. നിങ്ങളുടെ പിൻബലമാണ് എൻ്റെ ബലം. അപ്പം എല്ലാവരും ഒന്ന് നല്ല രീതിക്ക് ഒന്ന് സ്പീഡാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിലൂടെ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈദ് മുബാറക് നേരുന്നു. നോമ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല രീതിക്ക് നോമ്പൊക്കെ കൂടി എല്ലാവരും നല്ല രീതിക്ക് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക് നേരുന്നു. നല്ലൊരു ദിവസം തുടങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തായാലും നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിലൂടെയൊക്കെ നമുക്ക് കാണാം. ഞങ്ങളുടെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പയ്യെ എൻ്റെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എനിക്ക് പോകാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ സമയക്കുറവ് കൊണ്ടാണ് വൈകി പോകുന്നത്. എന്നാലും പറ്റുന്ന പോലെ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഒരുപാട് അമ്പലങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ. ഒരുപാട് ബീച്ചുകളുണ്ട്, കടലുകളുണ്ട്.